ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും. യേശു മറുപടി പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ തൃത്വ ദൈവത്തിന് സ്തുതി. സ്നാനത്തിൻ്റെ വേളയിൽ ദൈവപുത്രനായി പ്രഖ്യാപിക്കപ്പെട്ടവൻ്റെ പ്രലോഭനങ്ങൾ തുടരുകയാണ്. അതെല്ലാം തുടങ്ങുന്നത് നീ ദൈവപുത്രനാണെങ്കിൽ എന്ന ആ ഒരു വിഷയത്തിലാണ്. ആരാധനയ്ക്ക് പകരമായി ഒരു വ്യക്തിക്ക് ഭൗമിക അഭിവൃദ്ധി വാഗ്ദാനം ചെയ്തിരിക്കുന്ന തിരുവെഴുത്തുകളിലെ ഒരു വാക്യം. സാത്താനാണ് ഈ ഓഫർ ഇവിടെ വയ്ക്കുന്നത്. ദൈവത്തെ അവഗണിക്കുവാനും അധികാരം ഏറ്റെടുക്കുവാനും യേശുവിനെ അക്ഷരാർത്ഥത്തിൽ പ്രലോഭിപ്പിക്കുന്ന സാത്താൻ ദൈവത്തിൻ്റെ സമയത്തെ, ദൈവത്തിൻ്റെ പദ്ധതിയെ ഷോർട്ട് കട്ട് ചെയ്യുവാനുള്ള ഒരു പ്രലോഭനം. ദൈവികവും ശാശ്വതവുമായ പ്രതിഫലത്തിന് പകരം പെട്ടെന്ന് വിജയം നേടുവാനുള്ള മോഹം മനസ്സിൽ മുളപ്പിക്കുന്ന സാത്താൻ യേശുവിന് കുരിശിൻ്റെ കഷ്ടപ്പാടുകൾ ഒഴിവാക്കാനും ഇപ്പോൾ ലോകത്തിൻ്റെ മേൽ രാജ്യത്വം ഏറ്റെടുക്കാനും കഴിയുന്ന ഒരു കുറുക്കു വഴി പറഞ്ഞു കൊടുക്കുന്ന സാത്താൻ അധികാരം, സ്ഥാനം, സമ്പത്ത് ഇവയെല്ലാം നേടുന്നതിൻ്റെ ഉത്തരവാദി ദൈവമല്ല താനാണ് എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന സാത്താൻ. നമ്മുടെ ഓരോരുത്തരുടെയും അഹത്തെ പ്രചോദിപ്പിക്കുന്ന അഹങ്കാരത്തിൻ്റെ വിത്ത് നമ്മളിൽ മുളപ്പിക്കുന്ന സാത്താൻ. ഇവിടെ കർത്താവ് ഈ പ്രലോഭനവും നിരാകരിക്കുമ്പോൾ വീണ്ടും യേശു ആവർത്തന പുസ്തകത്തിലെ തിരുവെഴുത്തുകളെ ആശ്രയിക്കുകയാണ്. 6-ാം അധ്യായം 13-ാമത്തെ വാക്യം ഇവിടെ ഉദ്ധരിക്കുകയാണ്. നിൻ്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ നീ പൂജിക്കാവൂ എന്ന് എഴുതിയ ആ തിരുവെഴുത്തുകളിൽ നിന്നും നമുക്കറിയാം, യേശു മരുഭൂമിയിൽ വന്നത് ദൈവമെന്ന നിലയിലല്ല, തൻ്റെ മഹത്വത്തിലുമല്ല. 40 ദിവസം ഉപവസിച്ച് തളർന്നിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. പിശാചിന് ഏറ്റവും അധികം നമ്മെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുന്ന സമയം. ശരീരത്തിൻ്റെ ക്ഷീണത്തിൽ, ബലമില്ലായ്മയിൽ, ശരീരത്തിൻ്റെ രോഗാവസ്ഥയിൽ, മനസ്സിൻ്റെ തളർച്ചയിൽ, അങ്ങനെ നമ്മെ ദൈവത്തിൽ നിന്നും പലവിധ ചിന്തകൾ തന്ന് അകറ്റുവാൻ സാത്താന് ഏറ്റവും പറ്റിയ സമയമാണ് നമ്മുടെ തളർച്ച, നമ്മുടെ ക്ഷീണം. ഇവിടെ യേശുവിനെ പിതാവിൻ്റെ ഇഷ്ടത്തിൽ നിന്നും പിതാവിൽ നിന്ന് തന്നെ അകറ്റുവാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തി. എത്രയോ തവണ ഈ ദുഷ്ടശക്തി നമ്മെ ഓരോരുത്തരെയും കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എത്രയോ തവണ നാം ഓരോരുത്തരും പരാജയപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആ പരാജയത്തിൽ നിന്ന്, നമ്മൾ വീണിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നമുക്ക് വന്നുപോയ പരാജയങ്ങളിൽ പശ്ചാത്താപിച്ച് വീണ്ടും ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ മാത്രം ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുവാൻ നൊയമ്പിൻ്റെ, ഉപവാസങ്ങളുടെ, പ്രാർത്ഥനകളുടെ വരുവാനിരിക്കുന്ന ദിവസങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും മുഖാന്തരമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.